സ്വകാര്യ സർവകലാശാലയുമായി കാന്തപുരം വിഭാഗം ഇന്നലെ ചേർന്ന മുഷാവറ യോഗത്തിലാണ് തീരുമാനമായത്. തീരുമാനമെടുത്തത് സ്വകാര്യ സർവകലാശാല ബില്ല് അവതരിപ്പിച്ച അതേ ദിവസം. പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ചരിത്രം, ഭാഷ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും AP വിഭാഗം സമസ്തയുടെ നേതൃത്വത്തിലുള്ള സ്വകാര്യ സർവകലാശാല നിലവിൽ വരുന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് 100 കോടി രൂപ മുതൽ മുടക്കിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സമസ്തയ്ക്ക് കീഴിൽ നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സർവകലാശാലയ്ക്ക് കീഴിൽ ഏകോപിപ്പിക്കും. 100 കോടി ചെലവിലാണ് സർവകലാശാല സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതെങ്കിലും അടിയന്തരമായി 50 കോടി സമാഹരിച്ച് സർവകലാശാല സ്ഥാപിക്കാൻ ആവശ്യമായ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് മുഷാവറ തീരുമാനം. സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തുപോലും CPI ആശങ്ക ഉന്നയിക്കുമ്പോഴാണ് ബില്ല് അവതരിപ്പിച്ച അതേ ദിവസം തന്നെ സർക്കാർ താൽപര്യം നടപ്പിലാക്കാൻ സമസ്ത തയ്യാറെടുക്കുന്നത്. 125 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കോടഞ്ചേരിയിലെ മർക്കസ് നോളജ് സിറ്റിയിലായിരിക്കും സ്വകാര്യ സർവകലാശാലയും ആരംഭിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചാണ് 1000 കോടി മുടക്കി നോളജ് സിറ്റി കെട്ടിപ്പൊക്കിയതെന്ന പരാതികൾ വീണ്ടും ചർച്ചയാകുമോ എന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. പാട്ടം നൽകിയ തോട്ടം ഭൂമി തരം മാറ്റിയാണ് മർക്കസ് നോളജ് സിറ്റി നിർമ്മിച്ചതെന്ന ആരോപണം നേരത്തെ നിലവിലുണ്ട്. ജനം, കോഴിക്കോട്.